പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ നമ്മൾ വിലയിരുത്തി, നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ചോദ്യം ചെയ്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ തന്നെ എക്സാമിൻ ചെയ്യാനായിട്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അതൊരു സാധാരണ എല്ലാവരും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അതെൻ്റെ കുറവ് കൊണ്ടാണോ? ഉടൻ തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കും, നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. നമുക്ക് ചിന്തിക്കാവുന്ന സകല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിനകത്ത് വല്ലാത്ത പ്രഷറിലേക്ക് പിന്നെയും നമ്മൾ പോകും. നമ്മളെ ഈ വിഷയങ്ങളുണ്ടാകുമ്പോൾ ഓൾറെഡി മനുഷ്യനൊരു പ്രയാസത്തിലാണ്, പ്രഷറിലാണ്, കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോകത്തക്കോണം വീണ്ടും ചിന്തിച്ച് അതെൻ്റെ ആ കുഴപ്പം കൊണ്ടാണോ, ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുന്ന എല്ലാ പ്രോബ്ലത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരനും ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മുടെ കുറവുകളെയാണ് വലുതായിട്ട് കാണുന്നത്. ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ കുറ്റം, അല്ലെങ്കിൽ എൻ്റെ കുടുംബം അത്ര ശരിയല്ല, എനിക്ക് ഞാനൊരു നല്ല കുടുംബത്തിലെ ജനിച്ചിരുന്നെങ്കിൽ എൻ്റെ സാഹചര്യം കുറച്ചുകൂടെ മാറിയേനെ, എനിക്ക് കുറച്ചുകൂടെ ഞാൻ പഠിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എൻ്റെ സാഹചര്യം കുറെ കൂടെ മാറിയേനെ. പലപ്പോഴും മനുഷ്യനെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. അവൻ്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് അവനെ തന്നെ ചെറുതായിട്ട് ചിന്തിക്കും. വല്ലാത്ത നിരാശയിലേക്ക് പലപ്പോഴും പലരെയും എത്തിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കുണ്ടാകുന്ന, നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിനും, എല്ലാ കാരണങ്ങൾക്കും, എല്ലാ വിഷയങ്ങളുടെയും കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുറവുകളെയും നമ്മുടെ ബലഹീനതകളെയും അല്ല നാം മനസ്സിലാക്കേണ്ടത്. അതിന് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ പരിശോധിക്കുന്നതും, നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് മനസ്സിലാക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അത് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കാര്യങ്ങളെയൊക്കെ പണിയാനും പണിയപ്പെടാനും ഒക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിനുണ്ടാകേണ്ട ശരിയായ പ്രതിഫലനത്തിന് പകരമായിട്ട് പലപ്പോഴും തെറ്റായ പ്രതിഫലനം അതിനുണ്ടാകാറുണ്ട്. അതിനകത്ത് ഇമ്പാക്റ്റ് അങ്ങനെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് എൻ്റെ കുറവ് കൊണ്ടാണ്, ഞാനത് കുറച്ചുകൂടെ ആലോചിച്ച് ചെയ്യേണ്ടിയിരുന്നു, ഞാൻ കുറച്ചുകൂടെ ചിന്തിച്ച് ചെയ്യേണ്ടിയിരുന്നു, ഞാനത് ക്ഷമയോടെ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടിയിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നേരെ മറിച്ച് ആ ചിന്ത പിന്നത്തതിൽ മനുഷ്യനെ കൊണ്ടുപോയിടുന്നത് ഞാൻ തെറ്റുകാരനാണ്, ഞാൻ കൊള്ളത്തില്ലാത്തവനാണ്, എനിക്കൊരു പ്രശ്നമാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം കുഴപ്പമാണ്, എൻ്റെ ജീവിതം ആകെ ഒരു പരാജയമാണ്, ഞാനൊരു നിരാശയാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് മാനസികമായി സംഘർഷങ്ങൾ ഉണ്ടായിട്ട് മനുഷ്യൻ തളർന്നു പോകുന്നത് ശരിക്കും അങ്ങനെ മനുഷ്യൻ എക്സാമിൻ ചെയ്യുന്നതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നമ്മളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും തിരുത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടാകരുത്, നമ്മളെ കുറ്റം വിധിച്ചുകൊണ്ടാകരുത്. പകരമായി അതിനപ്പുറമായിട്ട് എൻ്റെ ഈ സാഹചര്യങ്ങളിലും എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം ഉണ്ടെന്നുള്ളൊരു ബോധ്യം, ആ ബോധ്യമാണ് നമ്മുടെ അകത്ത് നമുക്ക് സ്വസ്ഥത കൊണ്ടുവരുന്നത്, സമാധാനം കൊണ്ടുവരുന്നത്. നമുക്ക് ദൈവജനത്തിൽ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഒരു വാക്യം ഇങ്ങനെ വായിക്കാൻ സാധിക്കും. അതിൻ്റെ 8-ാമത്തെ വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഒരു മനുഷ്യനിൽ ഹൃദയശുദ്ധി ഉണ്ടാകുന്നത് ദൈവത്തെ കാണാനായിട്ട് അവനെ സഹായിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് ഹൃദയശുദ്ധി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹമുണ്ട്. ദൈവം നമ്മുടെ മുന്നിൽ വെളിപ്പെടാൻ തയ്യാറാണ്. ദൈവം വെളിപ്പെടുന്നവനാണ്. നമ്മുടെ വിഷയത്തിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം വെളിപ്പെടാൻ തയ്യാറാണ്, ഒരുക്കമുള്ളവനാണ്. നമ്മെ കർത്താവ് ആ നിലയിൽ സ്നേഹിക്കുന്നു. കർത്താവ് അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പരാജയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെയോ ചെയ്തു നോക്കുന്നു, നമുക്ക് വിശുദ്ധി നിൽക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് പാപം ചെയ്യാതിരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ പാപം ചെയ്യുക. തെറ്റ് ചെയ്യരുതെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തെറ്റ് ചെയ്യുക. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ പലപ്പോഴും നിരാശയിലേക്ക് തള്ളിയിടുകയും നമുക്ക് ഒരിക്കലും
ആ വിശുദ്ധിയിൽ എത്തിപ്പെടാൻ കഴിയാത്ത വണ്ണമുള്ള അവസ്ഥയിലേക്ക് നമ്മളായിത്തീരുക. നമ്മുടെ ആഗ്രഹമാണ് വിശുദ്ധീകരിക്കപ്പെടണം, വിശുദ്ധിയോടെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട്, മുറിപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കും. ഞാൻ അശുദ്ധനാണെന്നുള്ള ചിന്ത കൊണ്ട് നാം പലപ്പോഴും അനുഗ്രഹിക്കപ്പെടാനുള്ള, ഞാൻ അനുഗ്രഹം അനുഭവിക്കാനുള്ള അവകാശമുള്ളവനാണെന്നുള്ള ബോധ്യമില്ലായ്മ കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ജീവിതത്തിനകത്ത് നിരാശയുടെ അകത്ത് വീണു പോകാറുണ്ട്. നമ്മളെ തന്നെ കുറ്റം വിധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ നാളുകളെ തള്ളിക്കളയാറുണ്ട്. പ്രിയപ്പെട്ടവർ, ഇവിടെ വചനം പറയുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധിയില്ലാതെ ദൈവത്തെ കാണാൻ സാധ്യമല്ല. എങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത്? നിങ്ങളും ഞാനും വിശുദ്ധരായി തീരുക എന്ന് പറയുന്നത്, വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയാനായിട്ട് നാം എടുക്കേണ്ട എന്ത് കാര്യമാണ് നാം ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഞാൻ വിശുദ്ധിയിലേക്ക് നടത്തേണ്ടത്? എങ്ങനെയാണ് ഞാൻ വിശുദ്ധനായി തീരാൻ സാധിക്കുന്നത്? അതെൻ്റെ പ്രവൃത്തി കൊണ്ട് സാധ്യമാണോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകൾ കൊണ്ട് എനിക്ക് വിശുദ്ധിയിലെത്തുക എന്ന് പറയുന്നത് എനിക്ക് സാധ്യമാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചിന്തിച്ച് പലരുടെ ജീവിതത്തിൽ തകർന്നു പോകുന്നത് കാണാൻ സാധിക്കും. പലരുടെ ജീവിതത്തിൽ അവരുടെ ഈ വർത്തമാനകാല സംഭവങ്ങളെ, അവരുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ, അവർക്കുള്ള നന്മകളെ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്, അവർക്ക് ഇപ്പോഴുള്ള സാഹചര്യങ്ങളുടെ ഉയർച്ചയെ അനുഭവിക്കാൻ, അതിൻ്റെ സന്തോഷത്തിൽ അവർക്ക് വാഴാൻ കഴിയാതെ പോകുന്നത് ഇന്നലത്തെ ജീവിതത്തിൽ അവർക്ക് പറ്റിയ കുറവുകളെക്കുറിച്ചുള്ള കുറ്റബോധമാണ്. പലരുടെ ജീവിതത്തിലും ആ കുറ്റബോധം അവരെ വല്ലാതെ തളർത്തിക്കളയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുറ്റബോധം അവരെ അടിച്ചമർത്തുന്നത് കാണാൻ സാധിക്കും. അവരുടെ ജീവിതത്തിനകത്ത് കുറ്റബോധം അവരെ തകർത്ത് നിൽക്കുമ്പോൾ, അവർക്ക് വിരോധമായി കുറ്റബോധം എഴുന്നേറ്റ് നിൽക്കുമ്പം ആ കുറ്റബോധം അവരിൽ തന്നെ അവരെ തന്നെ നശിപ്പിക്കുന്നതിന് സമാനമായിട്ടാണ് അത് അവരിൽ വാഴുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം എങ്ങനെയാണ് വിശുദ്ധരായി തീരുന്നത്? വിശുദ്ധരായി തീരുക എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, എനിക്ക് നല്ലൊരു ബാല്യകാലം ലഭിച്ചിരുന്നെങ്കിൽ, എൻ്റെ യൗവന പ്രായത്തിൽ എനിക്കൊരു നല്ലൊരു വഴികാട്ടി എനിക്ക് ലഭിച്ചിട്ട് എന്നെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട്, എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ട് എൻ്റെ പേരൻസിന് അത് സാധിച്ചില്ല. ഞാനായിരുന്ന കൂട്ടായ്മയിൽ എനിക്ക് അങ്ങനൊരു അനുഭവം കിട്ടിയില്ല. എനിക്ക് കിട്ടിയതെല്ലാം തെറ്റായ ബന്ധങ്ങളായിരുന്നു, തെറ്റായ സുഹൃത്തുക്കളായിരുന്നു, അതുകൊണ്ട് ഞാൻ തെറ്റിപ്പോയി. പലപ്പോഴും പ്രിയപ്പെട്ട നമ്മൾ അവരെയും ഇവരെയും മുൻപുള്ള സാഹചര്യങ്ങളെല്ലാം പഴി പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം ആയിത്തീരാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന വലിയ പദ്ധതിയിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകാം. എങ്ങനെയാണ് നമ്മൾ വിശുദ്ധരായി തീരുക എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, എബ്രായ ലേഖനത്തിൽ അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇത് തന്നെ വീണ്ടും എടുത്തു പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇത് വീണ്ടും എടുത്തു പറയുന്നുണ്ട്. അവിടെ ഇത് പറയുന്നത് ഈ വിധത്തിലാണ്: നിങ്ങൾ വിശുദ്ധിയില്ലാതെ ദൈവത്തെ കാണാൻ കഴിയത്തില്ല. അത് അവിടെ തന്നെ വീണ്ടും എടുത്തു പറയുകയാണ്. വിശുദ്ധിയില്ലാതെ ദൈവത്തെ കാണാനായിട്ട് സാധ്യമല്ല. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. എന്നാൽ അതിൻ്റെ 14-ാം വാക്യം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും. എല്ലാവരോടും സമാധാനം. അപ്പൊ നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകണമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിക്കുക. എങ്ങനെയാണ് സമാധാനം ആചരിക്കാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ടൊരു, സമാധാനം ആചരിക്കുക, സമാധാനത്തെ സെലിബ്രേറ്റ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ നമുക്ക് സമാധാനം ആചരിക്കണം, സമാധാനത്തെ എൻജോയ് ചെയ്യണം. സമാധാനം എന്ന് പറയുമ്പോൾ സമാധാനത്തെക്കുറിച്ച് പറയുന്നത് എഫേസ്യ ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: അവൻ നമ്മുടെ സമാധാനം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. അവൻ നമ്മുടെ സമാധാനം. ക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്, നാം വിശുദ്ധരായി തീർന്നത് നമ്മുടെ വിശുദ്ധ പ്രവർത്തികൾ കൊണ്ടല്ല, ദൈവത്തോടുണ്ടായ നമ്മുടെ സമാധാനം. അതായത് ഞാൻ അശുദ്ധനായി തീർന്നത് എപ്പോഴാണ്? ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ഞാൻ അശുദ്ധനായി തീർന്നു. അപ്പോൾ ഞാൻ വിശുദ്ധനാകണമെങ്കിൽ എന്ത് ചെയ്യണം? സമാധാനം ആചരിക്കണം. അതായത് എനിക്ക്
ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് എൻ്റെ അകത്ത് സമാധാനം വേണം. അതെ, എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിലും ഈ സമാധാനം വേണം. അത് കുറച്ചുകൂടെ വിശദമായി ഞാൻ പറയാം. അതായത് ക്രിസ്തു നമ്മുടെ സമാധാനമായി തീരുമ്പോൾ, ക്രിസ്തുവിലൂടെ എൻ്റെ പാപത്തിനും ശാപത്തിനും ദൈവം വില കൊടുത്തു, എന്നെ ദൈവം സ്നേഹിക്കുന്നുവെന്ന ബോധ്യം വരുമ്പോൾ, ഹല്ലേലൂയ, എനിക്ക് ദൈവസ്നേഹത്തെ മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഞാൻ ദൈവ സ്നേഹത്തെ തിരിച്ചറിയുന്നു, ആ സ്നേഹത്തിൽ വസിക്കുന്നു, വാഴുന്നു, എൻ്റെ ജീവിതം അനുഗ്രഹമായി തീരുന്നു. എന്നാൽ ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി വില കൊടുത്തു, അവൻ എൻ്റെ സമാധാനം എന്ന് തിരിച്ചറിയുമ്പോൾ, അവൻ എന്നിൽ വസിക്കുന്നു എന്ന് ബോധ്യം വരുമ്പോൾ, എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാനും പ്രയാസമില്ല. കാരണം ഞാൻ തിരിച്ചറിഞ്ഞു, പാപിയായ എന്നെ, കുറവുള്ള എന്നെ, തെറ്റിപ്പോയ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ബോധ്യം എൻ്റെ അകത്ത് വരുമ്പോൾ, എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും എനിക്ക് പ്രയാസമില്ല. അപ്പൊ ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: എല്ലാവരോടും സമാധാനം ആചരിപ്പിൻ. ദൈവത്തോടും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. എങ്ങനെ ദൈവത്തോട് സമാധാനം ഉണ്ടാകും? ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന ബോധ്യം വരുമ്പോൾ കർത്താവിനെ അബ്ബാ എന്ന് വിളിക്കാനായിട്ട്, അവന്റെ സാന്നിധ്യത്തിലേക്ക് ഓടിച്ചെല്ലാനായിട്ട് നമുക്ക് പ്രയാസമില്ല. നമ്മൾ കുറ്റബോധത്തോടെ മാറി നിൽക്കുകയല്ല, അബ്ബാ കർത്താവിനെ സ്നേഹിക്കുന്ന ബോധ്യത്തോടെ അടുത്ത് ചെല്ലാനായിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ, ശുദ്ധീകരണം പ്രാപിപ്പാൻ സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. ഇപ്പൊ സമാധാനം ആചരിക്കുമ്പോൾ അതിനുശേഷം പറയുന്ന ഒരു കാര്യമാണ്, വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമല്ല. അപ്പൊ നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകുമ്പോൾ, നാം ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, എങ്ങനെയാ ശുദ്ധീകരിക്കപ്പെട്ടത്? കർത്താവ് എൻ്റെ സമാധാനം എന്ന തിരിച്ചറിവ് എന്നിൽ ഉണ്ടാകുമ്പോൾ എനിക്ക് മറഞ്ഞിരിക്കുന്ന ദൈവത്തെ എനിക്ക് കാണാം. ഇതുവരെയും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമോ, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ദൈവം എന്നെ കരുതുമോ, ഇത് സാധ്യമാണോ എന്ന് എൻ്റെ ഉള്ളിൽ ഭയം നിന്ന സ്ഥലത്ത് ഇപ്പോൾ ആ ഭയത്തിന് പകരമായി എൻ്റെ അകത്ത് ധൈര്യമാണ്. ഗോഡ് ലവ്സ് മീ, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യമാണ് എൻ്റെ അകത്ത് വരുന്നത്. ദൈവം എന്നെ സ്നേഹിക്കുന്ന ആഴമായ ഉറപ്പ് എന്നെ വാഴുകയാണ്. ദൈവസ്നേഹത്തിന്റെ ആ ആഴം, മഹത്വം ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുക. അപ്പോഴെനിക്ക് ദൈവത്തെ കാണാം. മുമ്പ് ദൈവം എനിക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് മറഞ്ഞിരുന്നവനാ. കാരണം ഞാൻ പാപിയായിരുന്നു. പാപിയായ എൻ്റെ അടുക്കൽ കർത്താവ് വരും, പാപിയായ എൻ്റെ മുമ്പിൽ കർത്താവ് വെളിപ്പെടും ഇല്ല. പക്ഷെ ഇപ്പോ എനിക്ക് മനസ്സിലായി, യേശുവിൻ്റെ ക്രൂശ് മരണം, യേശു ക്രൂശിൽ എൻ്റെ പാപത്തിനും ശാപത്തിനും വേണ്ടി വില കൊടുത്തു. ആ യേശു എൻ്റെ അകത്ത് ക്രിസ്തുവായിട്ട്, ആത്മാവായിട്ട് എൻ്റെ അകത്ത് വാഴുകയാണ്. ക്രിസ്തു മുഖാന്തരം പിതാവ് എന്നിൽ വസിക്കുന്നു. ഞാനും ദൈവമായിട്ട് നിരപ്പായി. യെസ്, ആ ബോധ്യം, ആ ഉറപ്പ് എൻ്റെ അകത്ത് അസാധാരണമായ കോൺഫിഡൻസിനെ കൊണ്ടുവരും. പ്രാർത്ഥനയിലുള്ള ബോൾഡ്നെസ്, പ്രാർത്ഥനയുടെ വാചകങ്ങൾ ഞാൻ കുറച്ചുകൂടെ ബൈബിൾ കൊട്ടേഷൻസ് ഒക്കെ, ബൈബിളിലെ വാക്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനയുടെ രീതി മാറി. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ബൈബിൾ കുറച്ച് വായിച്ച് കുറച്ച് വാക്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കും. പക്ഷെ പ്രാർത്ഥനയിലെ മനോഭാവം മാറുമ്പോൾ, അതായത് വേണ്ടുപോലെ പ്രാർത്ഥിക്കാൻ അറിയാത്തത് കൊണ്ട്, എനിക്ക് വാക്യങ്ങൾ അറിയാത്തത് കൊണ്ടല്ല എനിക്ക് വേണ്ടുപോലെ പ്രാർത്ഥിക്കാൻ അറിയാത്തത്, എനിക്ക് നല്ലപോലെ വ്യാകരണം അറിയാത്തത് കൊണ്ടല്ല എനിക്ക് വേണ്ടുപോലെ പ്രാർത്ഥിക്കാൻ അറിയാത്തത്, എൻ്റെ ശബ്ദം മാധുര്യമല്ലാത്തത് കൊണ്ടല്ല എൻ്റെ പ്രാർത്ഥന വേണ്ടതുപോലെ അല്ലാതിരിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന വേണ്ടതുപോലെ അല്ലാതിരിക്കാനുള്ള കാരണം, വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പോയതിന് കാരണം, എനിക്ക് ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധവും, ദൈവം എന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ആഴം ഞാൻ തിരിച്ചറിയാത്തതുകൊണ്ട്. എപ്പോഴാണോ ദൈവം എന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ആഴം ഞാൻ തിരിച്ചറിയുന്നത്, ആ നിമിഷം, ആ പോയിന്റില് എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി, അതായത് ഞാൻ പറയുന്നത് പോലെ സംഭവിച്ചിരിക്കും. വിശ്വാസം വർദ്ധിപ്പിച്ചു തരാനായിട്ട് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഈ മലയെ നോക്കി പറയാനാണ് പറഞ്ഞു, മരത്തെ നോക്കി കൽപ്പിക്കാനാണ് പറഞ്ഞു. അത്രേ ഉള്ളൂ.
അപ്പൊ നമ്മളിൽ ഉണ്ടാകേണ്ട വിശുദ്ധീകരണത്തിനു വേണ്ടി നമ്മിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട സ്റ്റെപ്പ് സമാധാനം ആചരിക്കണം. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് ഉറപ്പ്, ദൈവവും ഞാനുമായിട്ടുള്ള സമാധാനത്തിന്റെ ഉറപ്പ്. ഇവിടെ അടുത്തൊരു വാക്യം അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 8-9 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. അടുത്ത വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ. അപ്പൊ അവിടെ സംഭവിച്ച അവരെങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെട്ടത്? വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. ജാതികളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അവർ വിശുദ്ധീകരിക്കപ്പെട്ടത് അവരുടെ പ്രവൃത്തി കൊണ്ടല്ല. കൊർന്നേലിയോസിന്റെ വീട്ടിൽ പോയി പത്രോസ് പ്രസംഗിച്ചപ്പോ അവര് വിശുദ്ധിക്ക് വേണ്ടി എന്തൊക്കെയോ പ്രവൃത്തികൾ ചെയ്തല്ല, വിശ്വസിച്ചപ്പോ, പത്രോസ് പറഞ്ഞ വാക്കിനെ അവർ വിശ്വസിച്ചപ്പോൾ അവർ ശുദ്ധീകരിക്കപ്പെട്ടു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരുടെ മേൽ 120 പേർ ഇറങ്ങി വന്നതുപോലെ തന്നെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ അവിടെ അവർക്ക് ശുദ്ധീകരണം നടന്നത് വിശ്വാസത്താലാണ്. വിശ്വാസമാണ് അവരിൽ ശുദ്ധീകരണത്തെ കൊണ്ടുവന്നത്. അപ്പോ അതായത് അവിടെ അവരുടെ ജീവിതത്തിനകത്തുണ്ടായ ശുദ്ധീകരണത്തിനുണ്ടായ പ്രക്രിയ എന്ന് പറയുന്നത് അവർ ചെയ്തു തീർത്ത എന്തോ കുറെ കാര്യങ്ങളല്ല. അവർ കേട്ട വചനത്തിൽ വിശ്വസിച്ചു. യേശു സകല ജാതികളെയും സകല മാനവജാതിയെയും സ്നേഹിക്കുന്നുവെന്ന് യേശുവിനെ കുറിച്ച്, യേശു ക്രിസ്തുവിൽ നമ്മെ വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനമുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവർ നീതീകരിക്കപ്പെട്ടവരാണ്, യേശുവിൽ വിശ്വസിക്കുന്നവർ ദൈവമക്കളാണ്, യേശു ക്രിസ്തുവിലൂടെ എല്ലാവർക്കും പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു പോകാം, അവനെ എല്ലാവർക്കും പിതാവേ എന്ന് വിളിക്കാം, ദൈവമേ എന്ന് വിളിക്കാം, അവന്റെ മക്കളായി തീരാമെന്ന് പത്രോസ് പറഞ്ഞ വചനം കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ കൂടിയിരുന്ന സകലരും കേട്ടപ്പോൾ വിശ്വാസത്താൽ അവർ ശുദ്ധീകരിക്കപ്പെട്ടു. അവർ വിശുദ്ധീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. ഇതേ അപ്പോസ്തല പ്രവൃത്തിയുടെ 26-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 26-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം: അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന്. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: അവര് വിശുദ്ധീകരിക്കപ്പെട്ടവർക്കുള്ള അവകാശം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ! അവർക്ക് പാപമോചനം ലഭിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ. അവർക്ക് വിശുദ്ധീകരണം ലഭിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ. ഹല്ലേലൂയ! വിശുദ്ധന്മാരുടെ അവകാശം ലഭിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ജീവിതത്തിനകത്ത് വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമ്മുടെ പ്രവൃത്തികളിൽ ആശ്രയിച്ചല്ല വിശുദ്ധി നാം പ്രാപിച്ചെടുക്കുന്നത്. ഹല്ലേലൂയ, നിങ്ങളും ഞാനും വിശുദ്ധീകരണം പ്രാപിക്കുന്നത്, ശുദ്ധീകരിക്കപ്പെട്ടത് നമ്മുടെ പ്രവൃത്തികളാൽ അല്ല. നമ്മുടെ പ്രവൃത്തി ഒരിക്കലും നമ്മെ ശുദ്ധീകരിക്കുന്നില്ല, പ്രവൃത്തികളാൽ ശുദ്ധീകരിക്കപ്പെടുകയുമില്ല. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, ആമേൻ, അകത്തേക്ക് പോകുന്നൊന്നും മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല, എന്നാൽ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ എന്താണ് വിശുദ്ധിയുടെ യഥാർത്ഥമായ കാര്യം? വിശുദ്ധിയിലായി തീരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താ? ഹൃദയത്തിനകത്ത് ശുദ്ധി ഉണ്ടാകുക. എങ്ങനെയാണ് ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടാകുന്നത്? സമാധാനം ആചരിക്കുക. എങ്ങനെയാണ് സമാധാനം ആചരിക്കുന്നത്? ദൈവത്തോടുള്ള സമാധാനം. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന ആഴമേറിയ ബോധം. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ പോയി സമാധാനം പ്രാപിച്ചതല്ല, ദൈവം എൻ്റെ അടുക്കൽ വന്ന് എന്നോട് നിരപ്പായി. എനിക്ക് അങ്ങോട്ട് ചെന്ന് നിരപ്പ് പ്രാപിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല, പക്ഷെ കർത്താവ് എന്നോട് നിരപ്പായി. എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിച്ചു, എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിച്ചു. ആ ബോധ്യം എൻ്റെ അകത്ത് വന്നതോടുകൂടെ, ആമേൻ, ആ അറിവ്, ആ തിരിച്ചറിവ് എൻ്റെ അകത്ത് വന്നതോടുകൂടെ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറി, എൻ്റെ അവസ്ഥകൾ മാറി. ഞാനൊരു അനുഗ്രഹമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ,
ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പിശാച് നിങ്ങളുടെ ഉള്ളിലിട്ടിരിക്കുന്ന കുറ്റബോധമില്ലേ, നിരാശയില്ലേ, ഭയവും ഭാരവും ഇല്ലേ? ആ ഭയത്തെയും ഭാരത്തെയും എല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞ് നിങ്ങളുടെ അകത്ത് കർത്താവിലുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. കർത്താവ് നിങ്ങളിലുണ്ടെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. നിങ്ങൾ അസാധാരണക്കാരനാണെന്നുള്ള ധൈര്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. നിങ്ങളിൽ ഇന്ന് വരെയും കർത്താവ് ചെയ്ത സകലതും, കർത്താവ് ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്ത സകല പ്രവൃത്തികളും, അത് നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപയാലാണ് നമുക്കത് ലഭിച്ചത് എന്ന ബോധ്യം നമ്മുടെ അകത്തുണ്ടാകട്ടെ. ആ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട അവർക്ക് വിശുദ്ധന്മാർക്ക് അവകാശമുള്ളവരെ നമ്മൾ വിശുദ്ധന്മാരുടെ അവകാശം. നമുക്ക് എഫേസ്യ ലേഖനം എൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. വിശ്വാസം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ക്രിസ്തു നമ്മിൽ വസിക്കുക. ക്രിസ്തു നമ്മിൽ വസിക്കുക. കർത്താവ് നമ്മളിൽ വസിക്കുന്ന ഈ വലിയ ഭാഗ്യം അതൊരു ചെറിയ കാര്യമല്ല. കർത്താവ് നമ്മിൽ വസിക്കുക അതൊരു അസാധാരണ പദവിയാണ്, ഒരു അസാധാരണ പദവിയാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തുവാകട്ടെ, ഏത് വലിയ ചലഞ്ചുകളുടെ മുമ്പിൽ കൂടെ നമ്മൾ പോകട്ടെ, നമുക്കൊരു ഉറപ്പുണ്ടാകണം, ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട് ആർക്കും ഒന്നിനും എനിക്ക് പ്രതികൂലമായി നിൽക്കുവാൻ സാധ്യമല്ല. എനിക്ക് വിരോധമായി നിൽക്കാനായിട്ട് ഒന്നിനും സാധ്യമല്ല. കാരണം എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായി നിൽക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായി നിൽക്കുന്നു. ആകയാൽ മറ്റൊന്നിനും എനിക്ക് വിരോധമായി നിൽക്കുവാൻ സാധ്യമല്ല. ഒന്നും എനിക്ക് വിരോധമായി നിൽക്കുകയില്ല. ആമേൻ എന്ന ബോധ്യം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ കണ്ടതും കേട്ടതുമായ വിഷയങ്ങളെക്കുറിച്ചുള്ള നിരാശകളും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞേ. കർത്താവിനുള്ള ഒരു ധൈര്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിനോട് ചേർന്നുള്ളൊരു ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ആമേൻ. ആ ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ, ആ ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ, ഒരു കാരണവശാലും നിങ്ങളൊരു നിന്ദയായി തീരുകയില്ല. പകരം നിങ്ങളൊരു അനുഗ്രഹമായി തീരും. അനേകരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായിട്ട് നിങ്ങൾ മാറും. അത് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളിൽ കർത്താവ് നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നതിന് നിങ്ങളുടെ പ്രവൃത്തികളുടെ പുറകെ നിങ്ങൾ പോകരുത്. പകരമായി ഹല്ലേലൂയ, കർത്താവിനെ വിശുദ്ധീകരിച്ചെന്നുള്ള ഉറപ്പിൽ നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശുദ്ധരായി തീർന്നപ്പോൾ, വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 15-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നമ്മളിപ്പോൾ വായിച്ചതായ എഫേസ്യ ലേഖനം 2:17 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളിൽ വസിക്കേണ്ടതിന്. ക്രിസ്തു നമ്മിൽ വസിക്കുക. എങ്ങനെ? നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടാണ്? അല്ല, വിശ്വസിച്ചപ്പോൾ അവൻ എന്നിൽ വസിക്കുക. വിശ്വാസത്താൽ എൻ്റെ കർത്താവ് എന്നിൽ വസിക്കുക. വിശ്വാസത്താൽ എൻ്റെ ക്രിസ്തു എന്നിൽ വസിക്കുക. അപ്പോൾ ക്രിസ്തു എന്നിൽ വസിക്കാനുള്ള കാരണം എന്താ? ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്താൽ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടു. അങ്ങനെ ഹല്ലേലൂയ, കർത്താവ് എന്നിൽ വസിക്കുമ്പോൾ, വിശ്വാസത്താൽ അവൻ എന്നിൽ വസിക്കുമ്പോൾ, വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ, അതിൻ്റെ 5-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 15:5: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇവിടെ ഈ വാക്യത്തിൽ പറയുന്ന കാര്യം ഇതാണ്: നാം അവനിൽ വസിക്കുമ്പോൾ, അവൻ നമ്മിൽ വസിക്കുമ്പോൾ വളരെ ഫലം കായ്ക്കും. വളരെ ഫലം കായ്ക്കും. കൂടുതൽ ഫലമുള്ളവരായി മാറും. കൂടുതൽ ഫലമുള്ളവരായി മാറും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മളിൽ വസിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എഫേസ്യ ലേഖനം
3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞു, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളിൽ വസിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ക്രിസ്തു നിങ്ങളിൽ വസിക്കുക. ക്രൈസ്റ്റ് ഈസ് ഇൻ യു. ക്രിസ്തു നിങ്ങളിലുണ്ട്. ക്രിസ്തു നിങ്ങളിലാണ്. വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുമുണ്ട്. വിശ്വാസത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവരാകുന്നുമുണ്ട്. വിശ്വാസത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ട്, വിശ്വാസത്താൽ നിങ്ങൾ മാനിക്കപ്പെട്ടവരായതുകൊണ്ട് ഒരു നാളും ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പം അത് നമ്മുടെ അകത്ത്, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഉറപ്പാണ്. റോമാലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിശ്വാസത്താൽ അവരെ ഓടിച്ചു കളഞ്ഞു. അതായത് യഹൂദന്മാരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. 11-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. കർത്താവ് അവിടെ പറയുന്നൊരു കാര്യമാണ്. കൊമ്പുകളെയും വള്ളിയെക്കുറിച്ചെല്ലാം അവിടെ പറയുന്ന ഒരു കാര്യമാണ്. അതിനോട് ചേർന്ന് കർത്താവ് പറയും, അത് ഒടിഞ്ഞു പോകാൻ കാരണം അവിശ്വാസത്താൽ. അപ്പോൾ കർത്താവ് പറയുന്ന ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യം എന്താണ്? 2-ാമത്തെ വാക്യം 15:2, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും നീക്കിക്കളയുന്നു. അപ്പൊ കായ്ക്കണമെങ്കിൽ അവനിൽ വസിക്കണം, ഫലം കായ്ക്കണമെങ്കിൽ അവനിൽ വസിക്കണം. നമ്മൾ അവനിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവനിൽ വസിക്കണമെങ്കിൽ വിശ്വസിക്കണം. അപ്പൊ നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ അവനിൽ വസിക്കണം. അവനിൽ വസിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? വിശ്വസിക്കണം. പ്രൈസ് ഗോഡ്. ഇപ്പൊ വിശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടിയതാ? ഹല്ലേലൂയ. വിശ്വാസത്താൽ കിട്ടിയതാ. വിശ്വാസത്താൽ ഞാൻ എങ്ങനെയാ വിശുദ്ധനായത്? ക്രിസ്തു എന്നിൽ വന്ന് വസിച്ച് ഞാൻ വിശുദ്ധനായതാ. ക്രിസ്തു എന്നിൽ വസിച്ച് ഞാൻ വിശുദ്ധനായ ആ വിശുദ്ധിയാണ് കർത്താവിലുള്ള വിശ്വാസത്താൽ വന്ന വിശുദ്ധീകരണമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറ്റുന്നത്. എൻ്റെ അവസ്ഥ മാറ്റിയത് ആമേൻ വിശുദ്ധിയാണ്. വിശുദ്ധിയിലേക്ക് ഞാൻ നടന്നത് വിശ്വാസത്താലാണ്. അതെങ്ങനെയാണ് എനിക്ക് ഉറപ്പ് വന്നത്? ഞാൻ സമാധാനം ആചരിച്ചപ്പോൾ. അതെ, ദൈവം എന്നെ സ്നേഹിക്കുന്നു, കർത്താവ് ഞാനുമായിട്ട് സ്നേഹബന്ധത്തിലാണ്. ഗോഡ് ലവ്സ് മീ. ക്രിസ്തുവിനെ, എൻ്റെ കർത്താവിനെ ക്രൂശിൽ എനിക്ക് വേണ്ടി മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ ഗോഡ് ലവ്സ് മീ, ഗോഡ് ഷോ ഹിസ് ലവ് ടുവേർഡ്സ് മീ. അവൻ്റെ സ്നേഹം, എന്നോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുക എന്നൊരു ബോധ്യം എൻ്റെ അകത്ത് വരുമ്പം കൂടുതൽ ഫലം കായ്ക്കും. അവനെ പിരിഞ്ഞൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് വചനം പറയുന്നെങ്കിൽ അതിനോട് ചേർന്ന് ഞാനൊരു കാര്യം കൂടെ പറയാം. അവനിൽ വസിക്കുന്നവന് സകലതും സാധ്യമാണ്. അവനിൽ വസിക്കുന്നവന് സകലതും സാധ്യമാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹല്ലേലൂയ ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന കുറ്റബോധവും ഭാരം എല്ലാം എടുത്തു മാറ്റി ധൈര്യം നിങ്ങളകത്ത് വാഴട്ടെ. നിങ്ങൾ ധൈര്യത്തോടെ സ്റ്റെപ്പുകൾ എടുക്കാൻ പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കട്ടെ. ഒരിടത്തും നിങ്ങൾ പതറരുത്. ധൈര്യപൂർവ്വം കർത്താവിലുള്ള ഉറപ്പോടെ മുന്നോട്ട് പോവുക. എല്ലാ മേഖലയിലും കർത്താവ് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി തീർക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധീകരണവും നീതീകരണവും അതിൻ്റെ ഉറപ്പ് അവനിൽ വസിച്ച് കൂടുതൽ ഫലം കായ്ക്കാനായിട്ട് കർത്താവെ സഹായിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.